Hi friends, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു റൂട്ട് മീഡിയ ഈസ് റെസിപ്പീസ്. ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു സ്നാക്കാണ്, ചിക്കൻ നഗറ്റ്. നമുക്ക് നോക്കാം അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. ചിക്കൻ നഗറ്റ് ഉണ്ടാക്കാനായിട്ട് ആദ്യമായിട്ട് തന്നെ നമുക്ക് 2 സ്ലൈസ് ബ്രെഡ് എടുക്കാം. ഞാനിവിടെ മിൽക്ക് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. മിൽക്ക് ബ്രെഡ് ആകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. നമുക്കിനി ഇതിൻ്റെ സൈഡ് പോർഷൻസ് കട്ട് ചെയ്യാം. കട്ട് ചെയ്ത് കളയുന്നതായിരിക്കും നല്ലത്. ഇതിൻ്റെ ബ്രൗൺ സൈഡെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്കിത് ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് കട്ട് ചെയ്യണമെന്നില്ല, അല്ലാണ്ട് തന്നെ ഇട്ടാലും കുഴപ്പമില്ല. പക്ഷെ നമുക്ക് മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ ചെറിയ ക്യൂബ്സ് ആയിട്ട് വരുമ്പോഴായിരിക്കും നല്ല തരിതരിയായിട്ട് കിട്ടുന്നത്. നമുക്കിനി ഈ ബ്രെഡിൻ്റെ ക്യൂബ്സ് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഒത്തിരി അരയാൻ പാടില്ല, ഏകദേശം ഈ ഒരു പരുവത്തിൽ വേണം നമ്മളൊന്ന് പൊടിച്ചെടുക്കാൻ. ഞാൻ ഏകദേശം ഒരു 300 ഗ്രാമോളം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചിക്കനും പൊടിച്ചു വെച്ചിരിക്കുന്ന ബ്രെഡും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ ഈ പൊടിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു ബ്രെഡിൻ്റെ ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. 2 സ്ലൈസ് ബ്രെഡിനാണ് ഏകദേശം ഞാനൊരു 300 ഗ്രാമോളം ബോൺലെസ് ചിക്കൻ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ചിക്കൻ്റെ അളവ് കൂടുന്നതനുസരിച്ച് ബ്രെഡിൻ്റെ അളവും കൂട്ടണം. ഇതിൻ്റെ കണക്കനുസരിച്ചിട്ടാണ് ഞാൻ ബാക്കി ചേരുവകളൊക്കെ ചേർക്കുന്നത്. ആദ്യമേ നമുക്ക് 2 ടീസ്പൂണ് സോയാ സോസ് ഒഴിക്കാം. അടുത്തതായി വേണ്ടത് 1 ടീസ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. അതുപോലെ ശ്രദ്ധിക്കേണ്ടത് ചില ഇഞ്ചിക്ക് നല്ല ഗ്യാസുള്ള ഇഞ്ചിയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇഞ്ചിയുടെ അളവ് കുറയ്ക്കുന്നതായിരിക്കും നല്ലത്. എന്താണെന്ന് വെച്ചാൽ നഗറ്റിൽ ഇഞ്ചിയുടെ ടേസ്റ്റ് മുന്നിൽ നിൽക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇഞ്ചി ഒന്ന് കുറച്ചെടുക്കാൻ മതി എന്ന് പറഞ്ഞ്. അതുപോലെ തന്നെ ചില്ലി പൗഡർ 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഞാൻ ഉപയോഗിച്ചത് കാശ്മീരിയാണ്. അതാകുമ്പം വെളുത്തിരിക്കത്തില്ല, കുറച്ചൊരു റെഡിഷ് കളർ വരും. പിന്നെ 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും. എരിവ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂട്ടാം. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഈ പരുവത്തിലൊന്ന് അരച്ചെടുക്കണം. ഒരുപാട് അരയാൻ പാടില്ല, ഒരു തരിതരിയായിട്ടിരിക്കണം. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. വേറെ നമ്മളൊന്നും ചേർത്തിട്ടില്ല, ഇത്തരം ചേരുവകൾ മാത്രമേ ഉള്ളൂ. നന്നായിട്ട് ഈ ഒരു പരുവത്തിൽ നമുക്ക് ചതച്ചെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂണ് എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിക്കരുത് കേട്ടോ. നമുക്ക് നന്നായിട്ട് ഒന്ന് കൈ കൊണ്ട് നന്നായിട്ട് എണ്ണ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് കുഴച്ച് നല്ല സ്മൂത്താക്കി എടുക്കാം. ഞാനിപ്പോൾ ഇതിൽ 1 ടീസ്പൂൺ എണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. നമുക്കിനി ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും എണ്ണ ഒഴിക്കണം. കാരണം നമ്മുടെ കയ്യിൽ ഇതൊന്നും ഒട്ടാൻ പാടില്ല. ഇതൊക്കെ നന്നായിട്ട്, അതുപോലെ നമ്മൾ മിക്സിയിലല്ല അരച്ചെടുക്കുന്നത്. എല്ലായിടത്തും മസാലയും ബ്രെഡും ചിക്കനും എല്ലാം നന്നായിട്ടൊന്ന് പിടിക്കാനായിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ശ്രദ്ധിച്ചാൽ മതി, കുഴയ്ക്കുന്ന സമയത്ത് കയ്യിൽ ഒട്ടുവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നമ്മൾ എണ്ണയൊന്ന് കൊടുത്താൽ മതിയായിരിക്കും. നന്നായിട്ട് കുഴച്ച് നല്ല സ്മൂത്ത് ആക്കിയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു കട്ടിംഗ് പാഡിലോട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ചപ്പാത്തി പലക ആയാലും മതി. നമുക്ക് അതിലോട്ട് വെച്ചിട്ട് ഇതുപോലെ കുറച്ചുകൂടി എണ്ണ തേച്ച് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമുക്ക് അറിയാൻ പറ്റും എണ്ണ വേണമെന്നുണ്ടെങ്കിൽ അതിൽ ചപ്പാത്തി പലകയിലോ അതിലോ ഒട്ടിപ്പിടിക്കും. നോക്കിക്കിപ്പോൾ ഒട്ടിയൊന്നും പിടിച്ചിട്ടില്ല. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ആ ചപ്പാത്തി പലകയിലോ അല്ലെങ്കിൽ കട്ടിംഗ് പാഡിലോ കുറച്ച് എണ്ണ തൂവിയാലും മതിയാവും. നമുക്ക് നല്ലൊരു ബോൾ പോലെ ആക്കിയെടുക്കാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചപ്പാത്തിയുടെ റോള് വെച്ചിട്ട് വേണമെങ്കിൽ പരത്താം. ഞാനിതിപ്പോൾ കൈ കൊണ്ട് തന്നെ പരത്തിയേക്കുന്നത്. ഒന്നുകിൽ നമുക്ക് കൈ കൊണ്ട് ഇതുപോലെ പരത്താം, അല്ലാന്നുണ്ടെങ്കിൽ ചപ്പാത്തിയുടെ റോള് വെച്ചിട്ട് ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തിയെടുക്കാം. പിന്നെ നമുക്ക് എത്ര തിക്നെസ് വേണമെന്നുള്ളത് നമുക്ക് പരത്തുന്ന അനുസരിച്ച് നമുക്ക് അറിയാൻ പറ്റും. നന്നായിട്ട് പരത്തിയിട്ടുണ്ട്. ഇനി ഇത് പിച്ചാത്തി കൊണ്ട് നമുക്ക് നല്ല ഒരു ഷേപ്പാക്കി എടുക്കുക. ഞാനിതിപ്പോൾ സ്ക്വയർ ഷേപ്പാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഞാനിത് സ്ക്വയർ ഷേപ്പിലേക്ക് മാറ്റിയിട്ട്
നല്ല തിക്നെസ് ഒരുപോലെ ആക്കാൻ പോവുക. പിച്ചാത്തി കൊണ്ടിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് ആക്കിയാലും മതിയാവും. ചില സ്ഥലത്ത് ചിലപ്പം കട്ടി കുറവും ചില ഭാഗത്ത് കട്ടി കൂടാനും സാധ്യതയുണ്ട്. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പിച്ചാത്തി വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ആക്കുന്നത്. ഏത് ഷേപ്പിലും നമുക്ക് എടുക്കാം. ട്രയാങ്കിൾ ആക്കാം, റൗണ്ട് ആക്കാം. പ്രത്യേകിച്ച് ഇത് കുട്ടികൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. മുകൾ ഭാഗം നല്ല സ്മൂത്തായിട്ടുണ്ട്. നമുക്കിനി ഇത് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ പിച്ചാത്തിയിലൂടെ നമ്മൾ എണ്ണ തേക്കണം. അതാകുമ്പം ഒട്ടിപ്പിടിക്കത്തില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പിച്ചാത്തിയിലൊക്കെ ഒട്ടാൻ സാധ്യതയുണ്ട്. ഇതുപോലെ ചെറിയ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. നമുക്കിനി ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ ഇളക്കിയെടുത്ത് പാത്രത്തിലേക്ക് മാറ്റാം. പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് എണ്ണയൊന്ന് തൂവി കൊടുക്കാം. കാരണം വെച്ചാൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ഒന്ന് തേച്ച് കൊടുക്കാം പാത്രത്തിലേക്ക്. ഇനി നമുക്കിതുപോലെ ഓരോന്ന് വേണമെന്നുണ്ടെങ്കിൽ കൈ കൊണ്ടുകൂടെ വെച്ച് നമുക്ക് നല്ലപോലെ ഒരു ഷേപ്പാക്കാം. ആവശ്യമുണ്ടെങ്കിൽ മതി കൈ കൊണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തെടുക്കുന്ന ആയാലും മതി. നമുക്കിനി കോട്ടിങ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ഒരു മുട്ടയ്ക്ക് 1 ടേബിൾ സ്പൂൺ പാലാണ് കണക്ക്. ഇതിലേക്ക് ആവശ്യത്തിന് ഒരു പിഞ്ച് അല്ലെങ്കിൽ 2 പിഞ്ച് കുരുമുളക് പൊടി, പിന്നെ അതുപോലെ തന്നെ ഉപ്പും നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇതെല്ലാം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ കോട്ടിങ് തയ്യാറായിട്ടുണ്ട്. അടുത്തതായി വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ മിക്സ് എടുത്ത് കോട്ടിങ്ങിലേക്ക് മുക്കി ക്രംസിലേക്ക് മുക്കി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇതുപോലെ നമുക്ക് എല്ലാ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് മുക്കിയെടുക്കാം. നമുക്കിനി ഇത് 1 മണിക്കൂർ ഫ്രീസ് ചെയ്തിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അഥവാ നമുക്ക് ഇന്ന് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഒരാഴ്ചയോ 2 ആഴ്ചയൊക്കെ ഇതിരിക്കും. എത്രയും പെട്ടെന്ന് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ ഒരു പ്രിസർവേറ്റീവ്സും യൂസ് ചെയ്യുന്നില്ല. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഇത് നല്ല ഡീപ്പ് ഫ്രൈ ആയിട്ടും എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഇതിപ്പോൾ ഇട്ടൊരു 45 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്ക് ഒന്ന് തിരിച്ചിടണം. കാരണം ഒരേ സമയത്ത് തന്നെ നിന്ന് ഇത് ഫ്രൈ ആയാൽ കരിയാൻ സാധ്യതയുണ്ട്. ഒരു 45 സെക്കൻഡ് കഴിയുമ്പോൾ വീണ്ടും തിരിച്ചിടുക. വീണ്ടും അതുപോലെ 2 വട്ടം നമുക്ക് അതുപോലെ ചെയ്ത് നമുക്കിത് നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ രീതിയിൽ നമുക്ക് ഫ്രൈ ചെയ്തിങ്ങെടുക്കാം. നഗ്ഗറ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല ഗോൾഡൻ ബ്രൗൺ കളറിൽ കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. പാത്രത്തിലേക്ക് മാറ്റുന്നതിന് മുന്നേ തന്നെ നമ്മളിത് ടിഷ്യൂ ഉണ്ടെങ്കിൽ അതിലേക്ക് കോരി വെച്ചാൽ കുറേ എണ്ണയൊക്കെ ടിഷ്യൂലങ്ങ് പൊയ്ക്കോളും.
എല്ലാവരും ഈ ഒരു റെസിപ്പി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതുമയാർന്നൊരു റെസിപ്പിയുമായി കാണും വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.